7-ാം അധ്യായം 1-ാം വചനം വായിക്കും. ഇതിനുശേഷം ഭൂമിയുടെ 4 കോണുകളിൽ 4 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. കരയിലോ കടലിലോ വൃക്ഷങ്ങളിലോ വീശാതിരിക്കാൻ ഭൂമിയിലെ 4 കാറ്റുകളെയും അവർ പിടിച്ചു നിർത്തിയിരുന്നു. വേറൊരു ദൂതൻ ജീവിക്കുന്ന ദൈവത്തിന്റെ മുദ്രയുമായി സൂര്യൻ ഉദിക്കുന്ന ദിക്കിൽ നിന്ന് ഉയർന്നു വരുന്നത് ഞാൻ കണ്ടു. കരയ്ക്കും കടലിനും നാശം ചെയ്യാൻ അധികാരം നൽകപ്പെട്ട ആ 4 ദൂതന്മാരോട്. ഇവിടെ 6 സീൽസ് കഴിഞ്ഞിട്ട് ഒരു ഇൻ്റർലൂഡാണ്. ഇപ്പോൾ വേറെ കാര്യങ്ങളാണ് പറയുന്നത്. ഇത് തന്നെയാണ് ഒരു ഫോർമാറ്റ്. ഇനി അടുത്തേലും വരും. 6 കാഹളധ്വനിക്ക് ശേഷം പിന്നെ വേറൊരു കാര്യം പറഞ്ഞിട്ടാണ് 7-ാമത്തെ വരുള്ളൂ. 7-ാമത്തേലാണ് ട്രംഫറ്റ് റിവീൽ ചെയ്യുന്നത്. അതിങ്ങനെ കണക്ട് ചെയ്തൊക്കെ എടുക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ചാപ്റ്ററിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ കുറിച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അതിനകത്ത് റെവലേഷൻ 7:1-8 വരെയുള്ളത് ഗോഡ് ആക്ട്സ് ടു പ്രൊട്ടക്ട് ഹിസ് പീപ്പിൾ, അതായത് അവർ അനുഭവിക്കാൻ പോകുന്ന കാര്യത്തിൽ അവർക്ക് കൊടുക്കുന്ന പ്രത്യേക സംരക്ഷണം. 7-9 വരെ, അതായത് ബാക്കിയുള്ള വചനങ്ങളിൽ അവർക്ക് എന്താണ് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളത്. 1 സംരക്ഷണവും, 2 അവർക്ക് ലഭിക്കാൻ പോകുന്ന കാര്യമാണ്. ഈ ഭൂമി ഒരു വലിയൊരു ദൈവ ആലയമായിട്ടാണ് കണക്കാക്കുന്നത്. അതൊരു അൾത്താരയായിട്ടാണ് കണക്കാക്കുന്നത്. അവിടെയാണ് വിശ്വസ്തർ അവരുടെ ജീവിതം സ്നേഹത്തോടും ത്യാഗത്തോടും കൂടി സമർപ്പിക്കുന്നത്. ഇനി 1-3 വരെ ഒന്ന് വായിക്കാം. റെവലേഷൻ 7. ഇതിനുശേഷം ഭൂമിയുടെ 4 കോണുകളിൽ 4 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. കരയിലോ കടലിലോ വൃക്ഷങ്ങളിലോ വീശാതിരിക്കാൻ ഭൂമിയിലെ 4 കാറ്റുകളെയും അവർ പിടിച്ചു നിർത്തിയിരുന്നു. വേറൊരു ദൂതൻ ജീവിക്കുന്ന ദൈവത്തിന്റെ മുദ്രയുമായി സൂര്യനുദിക്കുന്ന ദിക്കിൽ നിന്ന് ഉയർന്നു വരുന്നത് ഞാൻ കണ്ടു. അതായത് റൈസിംഗ് ഓഫ് ദ സണ്ണ് ഒരു റിസറക്ഷന്റെ സിമ്പിളാണ്. 7:3 ആണ് എസെക്കിയേൽ 9:4. കറക്റ്റ്. 7:3 എന്താണെന്ന് ചോദിച്ചേ? വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ നമ്മുടെ ദൈവത്തിന്റെ ദാസരുടെ നെറ്റിത്തടത്തിൽ മുദ്ര. ഇനി 4-8 വരെ വായിക്കും. 4-8 വരെ. മുദ്രിതരുടെ എണ്ണം ഞാൻ കേട്ടു. ഇസ്രായേൽ മക്കളുടെ എല്ലാ ഗോത്രങ്ങളിൽ നിന്ന് ആകെ 144,000. യൂദാ ഗോത്രത്തിൽ നിന്ന് മുദ്രിതർ 12,000. ഇനി നമ്മളൊരു ഹിസ്റ്ററി ഒന്ന് നോക്കണം. അപ്പോൾ ആ ഹിസ്റ്ററിയുടെ കണക്ഷനിലാണ് നമ്മൾ ഇനി ഇത് മുഴുവൻ. ഇസ്രായേലിൽ എത്ര ഗോത്രമാണുള്ളത്? അത് വലിയൊരു ജനതയാവും. അങ്ങനെ ഇവര് അതിനു മുമ്പ് 430 വർഷം അവരെവിടെ താമസിച്ചു? ഈജിപ്തിൽ താമസിച്ചു. അത് കഴിഞ്ഞ് അവരെ അവിടുന്ന് 40 വർഷം കൊണ്ട് പുറത്തേക്ക് കൊണ്ടുവന്നു. അവരെ ഭരിച്ചത് വീണ്ടും ഒരു 40 വർഷം ജഡ്ജസ്. ഇത് കഴിഞ്ഞ് അവര് രാജാക്കന്മാരാൽ ഭരിക്കപ്പെടുകയാണ്. ആദ്യത്തെ രാജാവ് സാവൂള്, ആൾ ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്നാണ് വരുന്നത്, 40 വർഷം. പിന്നെ ദാവീദ് യൂദ ഗോത്രത്തിൽ നിന്നാണ് വരുന്നത്, 40 വർഷം. പിന്നെ സോളമൻ പിന്നെ അതേ ഗോത്രത്തിൽ നിന്ന് 40 വർഷം. ഇത്രയും സമയം അവർ ഒരുമിച്ചായിരുന്നു. 12 ഗോത്രം ഒരുമിച്ചായിരുന്നു. ഇനിയാണ് റഹാബാം. അവനൊരു ചീത്ത രാജാവായിരുന്നു. അവൻ്റെ ചീത്ത സ്വഭാവം കൊണ്ട് എന്തായി? ഇത് വിഭജിക്കപ്പെട്ടു, വിഭജനം ഉണ്ടായി. അങ്ങനെ ഈ ബെഞ്ചമിൻ ഗോത്രവും യൂദാ ഗോത്രവും സദേൺ കിങ്ഡമായിട്ട് വരുന്നു. സദേൺ കിങ്ഡം, മറ്റേത് നോർത്തേൺ കിങ്ഡമായിട്ട് വരുന്നു. ലേവി ഗോത്രത്തിന് ഒരു ട്രൈബ് ഇല്ലാത്തതുകൊണ്ട് അതിൽ ചില ആൾക്കാർ ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നു. അതായത് 430, 40, പിന്നെ രാജാവ് 40, രാജാക്കന്മാർ ഒരു 40 വന്നു. സോളമൻ്റെ മകൻ വന്നു. കിങ്ഡം ഡിവൈഡഡ് ആകുന്നു. 10 എണ്ണം നോർത്തേൺ കിങ്ഡം ആകുന്നു. 2 എണ്ണം യൂദായും ബെഞ്ചമിൻ ഗോത്രവും പ്ലസ് ലേവിയർ ഗോത്രവും കൂടി സദേൺ കിങ്ഡം ആകുന്നു. നോർത്തേൺ കിങ്ഡത്തിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇന്റർമിങ്കിൾഡ് ആയി പോയി. എന്നിട്ട് അവർ ഇന്റർമിങ്കിൾഡ് ആയതുകൊണ്ട് തന്നെ അസീറിയക്കാർ അവരെ കീഴടക്കി. അങ്ങനെ അവർ സെറ്റിൽ ചെയ്തു സമരിയയിൽ. അവരെയാണ് സമരിയക്കാരായി മാറുന്നത്. പിന്നെ അവരുടെ അഡ്രസ്സ് ഇല്ല. അങ്ങനെ അത് എവിടെയോ
കുറേ ട്രൈബ്സ് കാണാതില്ല ഇതിന്. ഇന്ന് നമ്മൾ പറയുന്ന യഹൂദരെന്ന് പറയുന്നത് ഈ സദേൺ കിങ്ഡത്തിൽ ഉള്ളവരാണ്. സദേൺ കിങ്ഡത്തിലുള്ളവരാണ്. ഏത് ബെഞ്ചമിൻ ഗോത്രത്തിലും യൂദാ ഗോത്രത്തിലും പിന്നെ ലേവി ഗോത്രത്തിലും കുറച്ച് പേരുണ്ട്. അപ്പോൾ മറ്റതൊക്കെ കുറേ നഷ്ടപ്പെട്ടു. ഇനി ആകെ കൂടി പുതിയ നിയമത്തിൽ അന്ന മാത്രമാണ് നോർത്തേൺ കിങ്ഡത്തിൽ നിന്ന് ഉള്ളൂ. അതൊരു ഗ്രൂപ്പിൽ നിന്ന് അത് നമുക്ക് വായിക്കാം. ലൂക്ക 2:36. ആശേർ വംശജ അത് ആ ഗ്രൂപ്പിലുള്ളതാണ്. ആകെ ആ പുള്ളിക്കാരുള്ളൂ. ഇപ്പോൾ ഇവർ ഒക്കെ ഡിവൈഡഡ് ആയി കിടക്കുന്നു. ഇനിയാണ് ദൈവത്തിൻ്റെ സ്വപ്നം. ദൈവം ആഗ്രഹിച്ചതാണോ ഇവർ ബ്രേക്ക് ആവണമെന്ന്? കവനന്റിൽ അങ്ങനെ ഒരു ബ്രേക്ക് ഉണ്ടോ? ഫാമിലിയിൽ എപ്പോഴും യൂണിറ്റി ആണല്ലോ. അപ്പം എല്ലാ പ്രവാചകന്മാർക്കും ഒരു പ്രോമിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്ത്? ഇവരെല്ലാം വീണ്ടും ഒന്നിപ്പിക്കുന്നുള്ളത്. അതാണ് ജെറമ്യ 31:31 വായിക്കാം. അപ്പം ഇതൊരു പുതിയ കവനന്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ഏഷ്യ 11:11-13 വരെ. അന്ന് അസീറിയ, ഈജിപ്ത്, പാത്രാസ്, എത്യോപ്യ, ഏലാം, ഷീനാർ, ഹാമാദ് എന്നിവിടങ്ങളിലും തീരദേശങ്ങളിലും അവശേഷിച്ചിരുന്ന തന്റെ ജനത്തെ വീണ്ടെടുക്കാൻ കർത്താവ് 2ാം പ്രാവശ്യവും കൈനീട്ടും. ജനതകൾക്ക് അവിടുന്ന് ഒരു അടയാളം നൽകും. ഇസ്രായേലിൽ നിന്ന് ഭ്രഷ്ടരായവരെയും യൂദായിൽ നിന്ന് ചിതറിപ്പോയെന്ന ഭൂമിയുടെ 4 കോണുകളിൽ നിന്ന് ഒരുമിച്ച് കൂടും. ജെറമ്യ 30:3. എന്തെന്നാൽ എന്റെ ജനമായ ഇസ്രായേലിന്റെയും യൂദായുടെയും സുസ്ഥിതി പുനഃസ്ഥാപിക്കാനുള്ള ദിവസം വരുന്നു. താൻ അരുളി ചെയ്യുന്നു, അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്തിട്ടുള്ള ദേശത്തേക്ക് ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവരും. അവർ അത് സ്വന്തമാക്കുകയും ചെയ്യും. കർത്താവാണിത് പറയുന്നത്. ഇനി ഹോസിയ 11:8. എഫ്രായിം, ഞാൻ നിന്നെ എങ്ങനെ ഉപേക്ഷിക്കും? ഇസ്രായേൽ, ഞാൻ നിന്നെ എങ്ങനെ കൈവിടും? ഞാൻ നിന്നെ എങ്ങനെ ആത്മായെ പോലെയാക്കും? സബായിമിനോടെന്ന പോലെ നിന്നോട് എങ്ങനെ പെരുമാറും? എന്റെ ഹൃദയം എന്റെ അനുകമ്പ ഊഷ്മളവും ആർദ്രവുമായിരിക്കുന്നു. 10:11. അവർ കർത്താവിന്റെ പിന്നാലെ പോകും. അവിടുന്ന് സിംഹത്തെ പോലെ ഗർജിക്കും. അപ്പോൾ അവിടുത്തെ പുത്രന്മാർ പടിഞ്ഞാറിൽ നിന്ന് പേടിച്ചു വിറച്ചു വരും. ഈജിപ്തിൽ നിന്ന് പക്ഷികളെ പോലെയും അസിറിയ ദേശത്ത് നിന്ന് പ്രാവുകളെ പോലെയും അവർ തിടുക്കത്തിൽ വരും. ഞാൻ അവരെ സ്വഭവനങ്ങളിൽ എത്തിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. പിതാവായ ദൈവത്തിന്റെ ഒരു മെയിൻ ഒരു സ്ട്രീമാണ് എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളത്. ഇതാണ് ശരിക്കും ഒരു മിഷൻ എന്ന് പറഞ്ഞത്. നമുക്കൊരു മിഷൻ ഉണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരാനുള്ള മിഷനുണ്ട്. അപ്പോൾ ഇനിയൊരു ചോദ്യമാണ്, ഇവരിപ്പോൾ എവിടെയാ? അതായത് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ ചിതറിക്കപ്പെട്ടു, മിങ്കിൾ ചെയ്തു, എങ്ങനെ എന്നൊരു ചോദ്യമുണ്ട്. അതിന് ഉത്തരം ദൈവം കൊടുത്തത് ആരിലൂടെയാണെന്നറിയണം. ആരിലൂടെയാണ്? പൗലോസ്ലീഹയിലൂടെ. ദൈവം കണ്ടുപിടിച്ചത് ആരെയാണ്? പൗലോസ്ലീഹനെയാണ് കണ്ടുപിടിച്ചത്. പൗലോസ്ലീഹ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ആക്ട്സ് 9:15 വായിക്കാം. കർത്താവ് അവനോട് പറഞ്ഞു, നീ പോവുക. വിജാതിയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുൻപിൽ എന്റെ നാമം വഹിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ. വിജാതിയരുടെ അടുത്തേക്ക് എന്തിനു പോണം? ആക്ട്സ് 26:7. ഞങ്ങളുടെ 12 ഗോത്രങ്ങളും രാത്രിയും പകലും തീഷ്ണതയോടെ ആരാധന അർപ്പിച്ചുകൊണ്ട് ഈ വാഗ്ദാനം പ്രാപിക്കാമെന്ന് പ്രത്യാശിക്കുന്നു. റോമ 15:16. ദൈവത്തിന്റെ കൃപ എന്നെ വിജാതിയർക്ക് വേണ്ടി യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷകനാക്കിയിരിക്കുകയാണല്ലോ. വിജാതിയരാകുന്ന ബലിവസ്തു സ്വീകാര്യവും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകൃതവുമാകാൻ വേണ്ടി ഞാൻ ദൈവത്തിന്റെ സുവിശേഷത്തിന് പുരോഗതി ശുശ്രൂഷ ചെയ്യുന്നു. അപ്പൊ എന്തുകൊണ്ട് പൗലോസ്ലീഹ വിജാതിയരുടെ അടുത്തേക്ക് പോയി? എന്താ? അവിടെയാണ് ചിതറിക്കപ്പെട്ട ഇസ്രായേലുള്ളത്. ഇപ്പൊ സിസ്റ്റർ ചോദിക്കുന്ന ഉത്തരവില്ലേ? ഞാൻ കാണുന്ന മുസ്ലിമും ഞാൻ കാണുന്ന ഹിന്ദുവും അവരുടെ വേരന്വേഷിച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ചിത്രിക്കപ്പെട്ടതിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് നമുക്ക് മനസ്സിലാവില്ല. ഹിസ് ഹിയറേഴ്സ് മൈറ്റ് നോട്ട് ഹാവ് നോൺ ദാറ്റ് സംവേ in their family tree Israelites had intermingled with their ancestors. അവർക്കറിയില്ല. പക്ഷേ പിതാവായ ദൈവം
ട്രാക്ക് ചെയ്യുന്നുണ്ട്. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഒരു റൂട്ട് കിടക്കുന്നത് അവൻ്റെ ഹോമിലാണ്. ഇത് സ്പിരിച്വൽ ലെവലും ഈ ഹോം ഗോയിങ് ഉണ്ട്. ഇതിന് ആരെങ്കിലും എൻ്റെ വീട് എവിടെയാണെന്ന് കാണിച്ചു കൊടുക്കണം. അപ്പോൾ അതാണ് പൗലോസ്ലീഹ ചെയ്യുന്നത്. ഇനി മരിച്ചുപോയവരുടെ കാര്യം, അത് നമുക്ക് ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ എന്താണെന്നറിയില്ല. ആ സമയത്ത് അവർ അറിയാതെ അവിടുത്തെ വചനം പാലിച്ച് നിയമം പാലിച്ചിട്ടും ഉണ്ടാകാം. നമ്മൾ പറയുന്ന ട്രാക്കിലാവണമെന്നില്ല. റോമ 2:14. നിയമം ലഭിച്ചിട്ടില്ലാത്ത വിജാതിയർ നിയമം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ സ്വാഭാവികമായി തന്നെ നിറവേറ്റുമ്പോൾ നിയമമില്ലെന്നിരിക്കലും അവർ തങ്ങൾക്ക് തന്നെ ഒരു നിയമമാവുകയാണ് ചെയ്യുന്നത്. നിയമത്തിന്റെ അനുശാസനം തങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ സ്പഷ്ടമാക്കുന്നു. അവരുടെ മനസാക്ഷി അതിന് സാക്ഷ്യം നൽകുന്നു. അവരുടെ വൈരുദ്ധ്യമാർന്ന വിചാരങ്ങൾ അവരെ കുറ്റപ്പെടുത്തുകയോ ന്യായീകരിക്കുകയോ ചെയ്യും. അതായത് ഒരു പൗലോസ്ലീഹ എത്താൻ സാധിക്കാതിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, പൗലോസ്ലീഹയെ കേന്ദ്രീകരിച്ചല്ല ദൈവം ഒരാളെ ഭവനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. അപ്പോൾ ദൈവം അവരുടെ ആത്മാവിൽ അവിടുത്തെ കൽപ്പന കൊടുത്ത് അവർ അത് പാലിച്ച് നിയമം പൂർത്തിയാക്കുന്നുണ്ട്. ഇങ്ങനെയാണ് വിജാതിയിൽ രക്ഷപ്പെടുന്നത്. അതായത് സ്വീകരിച്ചിട്ട് നിഷേധിക്കുന്നതല്ല കേട്ടോ. അതായത് ഇപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, അപ്പം നമ്മളാണ് കൂടുതൽ കണക്ക് പറയേണ്ടി വരിക. ഏതാ, നമ്മൾ എല്ലാം അറിഞ്ഞ് അനുഭവിച്ച്, അപ്പോൾ നമുക്കുള്ള ഓരോ ധ്യാനം കൂടുമ്പോഴും ഓരോ വചനം കേൾക്കുമ്പോഴും നമുക്ക് എന്താണ് കൂടുതൽ ഉത്തരവാദിത്തം വരികയാണ്. അവർക്ക് ഇളവാണ് കിട്ടുന്നത്. ഇളവും അതുപോലെ തന്നെ ദൈവം വേറെ രീതിയിൽ, ഇപ്പോൾ ഇത് കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ചിൽ പറയുന്നതാണ്, മാമോദീസയിലൂടെയാണ് ദൈവം ആത്മാക്കളെ രക്ഷിക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ദൈവം കൂദാശയ്ക്കും അതീതനാണ്. നമുക്ക് പറഞ്ഞിട്ടുള്ള മാർഗം ഏതാണ്? കൂദാശയിലൂടെയാണ് എന്ന് വിചാരിച്ച് ദൈവം കൂദാശയിലുടെയും സൃഷ്ടാവാണ്. അപ്പൊ ആൾക്ക് വേറെ ഓപ്ഷൻ എടുക്കണം. ആ ഓപ്ഷൻ കയറി ഞാൻ എടുക്കാതിരുന്നാൽ മതി. ഇത് ദൈവം അങ്ങനെയായിരിക്കും ചെയ്തിട്ടുണ്ടോന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ഫ്രീഡം നമുക്കില്ല. നമുക്ക് പറഞ്ഞിട്ടുള്ള മാമോദീസയിലൂടെ എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ ദൈവത്തിന് അങ്ങനത്തെ ഒരു ഓപ്ഷൻ എടുക്കാം. അതായത് ഇൻഫർമേഷൻ കിട്ടാത്തോടത്തോളം കാര്യമുള്ളൂ ഈ പറഞ്ഞ പോലെ. അതായത് ആ പേരിൽ നമ്മൾ പറയുകയാണ് നീ അത് പാലിച്ച് ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനും കൂടി കണക്ക് പറയേണ്ടി വരും. അതായത് ഇതിലാണ് പറയുന്നത്, അവർക്ക് ദൈവാത്മാവ് ആന്തരികമായിട്ട് കൊടുക്കുന്നതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അത് നമുക്കൊരു എക്സ്ക്യൂസ് അല്ല. അതുപോലെ തന്നെ അവരറിഞ്ഞാൽ പഴയത് വെച്ച് നടക്കാൻ അവർക്ക് പിന്നെ പാടുമില്ല. അതൊക്കെ ക്ലിയർ റൂട്ടാണ്. അപ്പം അവിടെയാണ് ഇനി വരുന്നത്. ദൈവത്തിൻ്റെ ചില വഴികളൊന്നും നമുക്ക് മനസ്സിലാവുന്നതല്ല. റോമ 11:32. എന്തെന്നാൽ എല്ലാവരോടും കൃപ കാണിക്കാൻ വേണ്ടി ദൈവം എല്ലാവരെയും അനുസരണമില്ലാത്തവരായി. നമ്മൾ ചിലവര് വചനം സ്വീകരിക്കുന്നില്ല, മറുതലിച്ച് നടക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, അവരെ വിധിക്കാൻ നമുക്ക് അവകാശമില്ല. ദൈവം ചിലപ്പോൾ അവർക്ക് ഒരു സമയം കൊടുത്തിട്ട് അവരെ വീണ്ടും നമ്മളെക്കാൾ ഫ്രണ്ടിലേക്ക് പറഞ്ഞുവിടാൻ പദ്ധതി ഇട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി നിഗൂഢമാണെന്ന് പറയുന്നത് ഈ റോമ 11:32. എന്ന് വിചാരിച്ച് അതിനെ അനുവദിച്ചു കൊടുക്കാന്നുള്ളതല്ല. നമ്മൾ ഇങ്ങനെ ഒരു തലം ഉണ്ട്. ദൈവം ചില ആൾക്കാരെ ഇങ്ങനെ മാറ്റി നിർത്തുന്നുണ്ട്. അതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള കാര്യങ്ങളാണ്. അതന്നെ നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരും ഏത് ജനതയിൽപ്പെട്ടവനായാലും അവിടത്തേക്ക് സ്വീകാര്യനാണെന്നും സത്യമായി അറിയുന്നു. അപ്പോ ഈ പറയുന്ന ഇനിയാണ് ചോദ്യം. 1,44,000 എന്ന് പറഞ്ഞില്ലേ, ഇങ്ങനെ ഈ ചിതറിക്കപ്പെടുന്ന ഇന്നെ ട്രൈബിൽ നിന്നാണ് എടുക്കാന്ന് പറഞ്ഞുവല്ലോ ദൈവം. അപ്പൊ ഇങ്ങനെ ചിതറിക്കപ്പെട്ടവരിൽ നിന്ന് ദൈവം പ്രത്യേകമായിട്ട് ഈ കുറച്ചും കൂടിയും ഹയർ ലെവൽ ഓഫ് ഗ്രേസ് കൊടുക്കണം ഇവർക്ക്. കാരണം എന്താണ്, ഇവരുടെ ജീവിതശൈലിയുണ്ട്. ഇവർക്ക് ദൈവം കൊടുക്കുന്നതാണ് ഒരു സാക്ഷ്യമാവാൻ വേണ്ടിയിട്ട്. ഇവരുടെ ജീവിതശൈലി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്
വെളിപാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 3 മുതൽ വായിക്കാം. അവർ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെ മുൻപാകെ വലിയ ഗാനം ആലപിച്ചു. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ട 144,000 പേരൊഴികെ ആർക്കും ആ ഗാനം പഠിക്കാൻ കഴിഞ്ഞില്ല. അവർ സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവരാണ്. അവർ ബ്രഹ്മചാരികളുമാണ്. അവരാണ് കുഞ്ഞാടിനെ അത് പോകുന്നിടത്തെല്ലാം അനുഗമിക്കുന്നവർ. അവർ ദൈവത്തിനും കുഞ്ഞാടിനുമുള്ള ആദ്യഫലമായി മനുഷ്യരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അവരുടെ അധരങ്ങളിൽ വ്യാജം കാണപ്പെട്ടില്ല. അകളങ്കരാണ്. 4 ക്വാളിറ്റീസാണ് ഇത്തരം ആൾക്കാരിൽ ഉണ്ടാവുന്നത്. ഇത് വിശുദ്ധിയിലേക്കാണ് നമ്മളെ ഇത് ചെയ്യുന്നത്. നമ്മളും ഈ 1,44,000 പെടേണ്ടതാണ്. അപ്പം എന്താണ് വിശുദ്ധി? ഫസ്റ്റ്. 2 ഫോളോയിങ് ജീസസ്. 3 ഒരിക്കലും നുണ പറയാത്തവർ. 4 ബ്ലെയിംലെസ്. ഈ 4 കാര്യം ചെയ്താൽ 1,44,000 നമുക്കും ആകാം. അല്ലാണ്ട് പൈസ കൊടുത്ത് ഒരു സ്ഥലം വായിച്ചാൽ അതിൽ പെടുന്നതില്ല. ഇതാണ് വചനം പറഞ്ഞിട്ടുള്ള. ഇതാണ് സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവരാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അതിനും ഒരു അർത്ഥം ബാക്കിലേക്ക് പോകണം. അതായത് ഇതൊരു ഇത് നമ്മൾ പറഞ്ഞത് ലിറ്റർജി ആണല്ലോ, യുദ്ധമാണല്ലോ. ഇവിടെ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ യുദ്ധത്തിൽ പോകുന്നവർ അവർ ഒരു പ്യൂരിറ്റി കീപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. ആ പ്യൂരിറ്റിയുടെ ഒരു കൺസെപ്റ്റാണ്. അതായത് ആ പ്യൂരിറ്റിയാണ്. അപ്പം ആ പ്യൂരിറ്റിയിൽ നിന്ന് എന്താ എടുക്കുന്നത്? നീ ഒരു യുദ്ധത്തിനാണ് പോകുന്നത്. നീ യുദ്ധത്തിലായിരിക്കുമ്പോൾ അതീവമായ ഫോക്കസ്ഡ് ആയിരിക്കണം. അല്ലാതെ ഇവിടെ ഇത് പുരുഷന്മാർ മാത്രമാണ് ഇനി 1,44,000 പെടുമെന്നല്ല ഇതിൻ്റെ അർത്ഥം വരുന്നത്. ആ ഓൾഡ് ടെസ്റ്റ്മെന്റ് കണക്ഷനിലാണ് വരുന്നത്. ആർമിയിൽ വരുന്നവർ കുടുംബജീവിതം മാറ്റി വെച്ചിട്ടാണ് യുദ്ധത്തിന് വരുന്നവിടെ. അപ്പം ആ ഒരു സെപ്പറേറ്റ് സമർപ്പണമാണ് അത് വിശുദ്ധി. ഇനി രണ്ടാമത്തത്, അവരാണ് കുഞ്ഞാടിനെ അത് പോകുന്നിടത്തെല്ലാം ഫോളോഡ് ജീസസ് സോ ഇന്റിമേറ്റ്ലി. മൂന്നാമത്തത്, അവരുടെ അധരങ്ങളിൽ വ്യാജം ഇല്ല. പിന്നെ അവർ നിഷ്കളങ്കരാണ്. ഈ 4 ക്വാളിറ്റീസ്, വിശുദ്ധി, അതുപോലെ അനുഗമിക്കുന്നത്, നുണ പറയാതിരിക്കുന്നത്, നിഷ്കളങ്കര് ആയവർക്കാണ് ഈ സംഖ്യയിൽ പെടുന്നത്. ഈ പ്രോമിസ്, ദൈവം രക്ഷിക്കും എന്നുള്ള പ്രോമിസ് ആണ് ഇപ്പോഴും ഈ 1,44,000 ദൈവം കീപ്പ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ പദ്ധതിയിൽ രക്ഷിക്കണം എന്നുള്ളതുണ്ടല്ലോ കൂട്ടുന്നത്. അതുകൊണ്ടാണ് ഇവരെ ചേർത്ത് പിടിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് ആദ്യകാല സഭയുടെ പുസ്തകങ്ങളിൽ ഒരു പുസ്തകത്തിൻ്റെ പേര് പറയാം. ഇത് അതർ റൈറ്റിങ്സ് ആട്ടാ. എപ്പിസ്തൂല അപ്പസ്തോലൂരും. ഇത് 2-ാം സെഞ്ചുറിയിൽ ഉണ്ടായിരുന്ന ഒരു പുസ്തകമാണ്. അതിൽ ഈശോ കൽപ്പിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ഗോ ആൻഡ് പ്രീച്ച് ടു ദ 12 tribes of Israel and to the Gentiles and to the land of Israel towards east and west, north and south, and many will believe in me, the Son of God. ഇതൊരു മിഷനാണ്. അന്ന് അങ്ങനെയാണ് കൊടുത്തത്. അതായത് ഇവരെ നമ്മളിപ്പോൾ വിജാതിയരുടെ സുവിശേഷം പ്രസംഗിക്കുന്ന നമ്മൾ എന്തിനു പ്രസംഗിക്കുന്നു എന്ന് അറിയണം. അതായത് ഇവർ നമ്മുടെ കുടുംബത്തിൻ്റെ അംഗങ്ങളാണ്. അവരെ നമുക്ക് കുടുംബത്തേക്ക് തിരിച്ചു കൊണ്ടുവരണം. അവർ വഴി തെറ്റി അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടും അറിഞ്ഞുകൊണ്ടും ഒരു സമയത്ത് അകന്നു പോയി. ഈ ദൗത്യമാണ് ചെയ്യാനുള്ളത്. വെളിപാടിൻ്റെ 7:9 തൊട്ട് 12 വരെ. ഇതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ ആർക്കും സാധിക്കാത്ത ഒരു വലിയ ജനക്കൂട്ടം. അവർ സകല ജനതകളിലും ഗോത്രങ്ങളിലും രാജ്യങ്ങളിലും ഭാഷകളിലും നിന്നുള്ളവർ. ഇപ്പൊ ഇതൊന്നും കൂടി വെളിച്ചം കിട്ടുന്നില്ലേ? ഇപ്പൊ നേരത്തെ പറഞ്ഞ അപ്പൊ ഈ പറയുന്ന ആൾക്കാർ ഈ വചനം എടുക്കില്ല. ഇവര് ലിമിറ്റ് ചെയ്തു. ഇപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഇതിന്റെ നമ്പർ കൂടി. അതെന്താന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കാത്തലിക് ഇന്റർപ്രിട്ടേഷനിൽ ഇത് 12 tribes ഇൻറ്റു 12 apostles ഇൻറ്റു 1000 ആണ്. 1,44,000.
ഇതായത് ഓൾഡ് ടെസ്റ്റ്മെന്റിലും ന്യൂ ടെസ്റ്റ്മെന്റിലും വിശ്വസ്തരായ അസംഖ്യം ജനത എന്നാണ് ഇതിന്റെ അർത്ഥം. 1000 എന്ന് പറഞ്ഞ വലിയൊരു സംഖ്യയിൽ നിന്നാണ് അതിന്റെ അർത്ഥമാക്കുന്നത്. ബിഗ് നമ്പർ, വെരി ബിഗ്. പഴയതിലും പുതിയതിലും വിശ്വസ്തരായ എല്ലാ ദേശത്തിൽ നിന്നും എല്ലാ ട്രൈബിൽ നിന്നും, അതായത് ദൈവം ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പിനെ മാത്രം തിരഞ്ഞെടുക്കാൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ഈശോ വിട്ടത്? എല്ലാവരും, മാനവകുലം മുഴുവൻ എന്നുള്ളതാണ്. അപ്പം ആ ഒരു യൂണിവേഴ്സൽ കിങ്ഡമാണ് നമ്മുടെ കവനന്റിന്റെ അവസാനം എന്താണ്? യൂണിവേഴ്സൽ കിങ്ഡം. അപ്പോൾ ഈ യൂണിവേഴ്സൽ കിങ്ഡത്തിൽ സെലക്റ്റഡ് ഫ്യൂ അല്ല. അതപ്പോൾ ഇതിൻ്റെ എറർ മനസ്സിലാണ്, സെലക്റ്റഡ് ഫ്യൂ എന്നുള്ളത്. ഈ ഒരു ക്വാളിറ്റീസ് ഇവർക്ക് ഉണ്ടാവും വേണം എന്ന് വിചാരിച്ച് ദൈവം എല്ലാവരോടും സ്നേഹമാണ്, ദൈവം നിനക്ക് സ്വർഗം തന്നു, നീ എങ്ങനെ വേണമെങ്കിലും നടന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഇതല്ല. കാരണം വളരെ വിശുദ്ധിയോടുകൂടിയാണ് ദൈവസന്നിധിയിൽ എത്താൻ പറ്റുള്ളൂ എന്നുള്ള വചനമുണ്ടല്ലോ. അപ്പോൾ ഇത് കോംപ്രമൈസ് അല്ല. അപ്പോൾ അതെവിടെയാണ്? നമുക്ക് വെളിപാടിൻ്റെ പുസ്തകം 21-ാം അധ്യായം 27-ാം വചനം. എന്നാൽ കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ. അശുദ്ധമായതൊന്നും മ്ലേച്ഛതയും കൗടില്യവും പ്രവർത്തിക്കുന്ന ആരും അതിൽ. അപ്പോൾ ദൈവം അതുമാതിരി വിശുദ്ധി ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഈ വിശുദ്ധിയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ട്. പക്ഷെ ക്ഷണം സ്വീകരിച്ച് വിശുദ്ധിയോടും എല്ലാ കാര്യത്തിലും യേശുവിനെ അനുഗമിക്കുന്നവരും വ്യാജം പറയാത്തവരും നിഷ്കളങ്കരമാകുന്നവരൊക്കെ ഈ ഹയർ തലത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതിന് ദൈവം സഹായിക്കും. അതുകൊണ്ടാണ് ഇനി ഒരു 2-ാം പുറപ്പാടാണ് ഇതിൻ്റെ സൂചന. ഇത് സൂചിപ്പിക്കുന്നത് ഈ മിഷൻ എന്ന് പറയുന്നത് ആദ്യ പുറപ്പാടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പുറപ്പാട്, ന്യൂ എക്സഡസ് ഹോപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് എക്സഡസിൽ എന്താ ഉണ്ടായത്? ഈജിപ്തുകാരിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിച്ചു. ഇനി ദൈവം ഇസ്രായേലിനെ രക്ഷിക്കുമ്പോൾ കൂടെ അവരുടെ കൂടെയുള്ളവർ കൂടി രക്ഷിക്കും. അതാണ് ഈ എവല്യൂഷൻ ഇവിടെയാണ് വരുന്നത്. Israel will return to God, but this time the nations are coming with them. അന്ന് അവരെ രക്ഷിച്ചു കൊണ്ടുവന്നു, അവരിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്നു. ഇനി അവർ തിരിച്ചു വരുമ്പോൾ അവരെയും കൂടി കൊണ്ടുവരും. അപ്പോഴാണ് യൂണിവേഴ്സൽ കിങ്ഡം ഉണ്ടാവുള്ളൂ. അതാണ് ഈ സമയം എടുക്കുന്നത്. എന്തിനാണ് ഇത്ര സമയം എടുക്കണേന്ന് ചോദിച്ചാൽ സെക്കൻഡ് കമ്മിങ്ങിനെ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മിഷനാണ് കംപ്ലീറ്റ് ചെയ്യണം. ആ മിഷനെ തകർക്കുന്നതാണ് നമ്മൾ പോയിട്ട് അവർ ചെയ്യുന്നതെല്ലാം ശരിയാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇടകലരാൻ പോകുന്നത്. അവരെ ശരിക്കുള്ള പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം നമ്മൾ അവിടെ പോയി വീണ്ടും നമ്മുടെ ചൈതന്യം കളയാണ്. അത് ദൈവം പദ്ധതിയിലുള്ളതല്ല. ദൈവ പദ്ധതിയിലുള്ളത് അവിടെ പോയി അവർക്ക് ദൈവപ്രകാശം കൊടുത്ത് അവരെയും അവരെ കൂടിയുള്ളവരെയും കൊണ്ടുവരാം. അതുകൊണ്ട് യഥാർത്ഥ ഇടയൻ വെളിപാടനുസരിച്ച്, അത് നമ്മുടെ അവസാനത്തെ വചനമാണ് ഇതിനകത്തുള്ളത്, ചെയ്യുന്നത് ജീവജലത്തിൻ്റെ അവിടത്തേക്ക്, അതായത് മാമോദീസായിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് തുടരെ ജീവിക്കാൻ കുർബാന കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഇൻ റെവലേഷൻ ക്രൈസ്റ്റ് ഈസ് ദ ട്രൂ ഷെപ്പർഡ് ഹു ഗൈഡ്സ് ഹിസ് പീപ്പിൾ ടു ലിവിങ് വാട്ടർ ആൻഡ് ഫീഡ്സ് ദം. ലിവിങ് വാട്ടർ ബാപ്റ്റിസം ആൻഡ് ഫീഡ്സ് ദം യൂക്കറിസ്റ്റ്. 13 തൊട്ട് വെച്ച് ഒരുവൻ എന്നോട് ചോദിച്ചു, വെള്ളയങ്കി അണിഞ്ഞ ഇവർ ആരാണ്? ഞാൻ മറുപടി പറഞ്ഞു, പ്രഭു അങ്ങേക്ക് അറിയാമല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ. വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ. അതായത് ഓൾറെഡി നമ്മളൊരു 6 ഞെരുക്കങ്ങൾ കണ്ടില്ലേ, അതിൽ നിന്ന് വന്നവരാണ്. അത് മുഴുവൻ സഹിച്ച് വന്നവരാണ്. ഓക്കെ, കണ്ടിന്യൂ. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ. അതുകൊണ്ട് ഇവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുകയും അവിടുത്തെ ആലയത്തിൽ രാപകൽ അവിടുത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. സിംഹാസനസ്ഥൻ തന്റെ സാന്നിധ്യത്തിൽ washed their robes and made them white in the blood of the lamb. ദാനിയേൽ 12:10.
അനേകർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും നിർമ്മലരാക്കി വെണ്മയുറ്റവരാക്കുകയും ചെയ്യും. ആ എന്നാൽ അവർ ദുഷ്ടത പ്രവർത്തിക്കും. അവർ ഗ്രഹിക്കുകയില്ല, ജ്ഞാനികൾ ഗ്രഹിക്കും. ഇനി ഇതെങ്ങനെയാണ് ഇവർ വിശുദ്ധി എന്ന് പറഞ്ഞത്? അത് നമുക്കറിയാം. ഇത് സ്ക്രിപ്ചറിലുള്ളതാണ് പ്യൂരിഫൈ ചെയ്യുന്നതിൻ്റെ. ലേവിയർ 8:15, ലേവിയർ 14:14, ലേവിയർ 14:52, ലേവിയർ 8:15 വായിക്കാം. മോശ അതിനെ കൊന്ന് രക്തമെടുത്ത് വിരൽ മുക്കി ബലിപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടി ശുദ്ധീകരിച്ചു. ബാക്കി രക്തം ബലിപീഠത്തിന്റെ ചുവട്ടിലൊഴിച്ചു. അങ്ങനെ ബലിപീഠം ശുദ്ധി ചെയ്ത് പരിഹാര കർമ്മത്തിന് സജ്ജമാക്കി. അതാണ് പ്യൂരിഫിക്കേഷൻ. ഇനി ജീസസ് ബ്ലഡ്, ഹെബ്രായ 9:11-14 വരെ. വരാനിരിക്കുന്ന നന്മകളുടെ പ്രധാന പുരോഹിതനായ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. കൂടുതൽ മഹനീയവും പൂർണ്ണവും മനുഷ്യനിർമ്മിതമല്ലാത്തതും സൃഷ്ടവസ്തുക്കളിൽ പെടാത്തതുമായ കൂടാരത്തിലൂടെ എന്നേക്കുമായി ശ്രീകോവിലിൽ അവൻ പ്രവേശിച്ചു. അവൻ അവിടെ പ്രവേശിച്ച് നിത്യരക്ഷ സാധിച്ചത് കോലാടുകളുടെയോ ആളക്കിടാക്കളുടെയോ രക്തത്തിലൂടെയല്ല, രക്തത്തിലൂടെയാണ്. They washed their robes in the blood of the lamb by accepting the gospel. 3 കാര്യങ്ങളാണ് അവർ ആദ്യം ചെയ്യുന്നത്. ആക്സെപ്റ്റിംഗ് ദ ഗോസ്പൽ, ബിലീവിങ് ഇൻ ജീസസ്, റിപ്പൻറ്റിംഗ് ദർ സിൻസ് ആൻഡ് ബീയിങ് ബാപ്റ്റൈസ്ഡ്. ഇങ്ങനെയാണ് അവർ വിശുദ്ധീകരിക്കുന്നത്. അതായത് ഇനി 15-17 വരെ വായിക്കും. അതുകൊണ്ട് ഇവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുകയും അതായത് ഇപ്പൊ ഇവർക്ക് ഡയറക്റ്റ് ആക്സസ് ആണ് കൊടുത്തേക്കുന്നത്. അതായത് കണ്ടിന്യൂസ് അവിടുത്തെ ആലയത്തിൽ രാപകൽ അവിടുത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. കണ്ട, ഡയറക്റ്റ് ആക്സസ് ആൻഡ് കണ്ടിന്യൂസ് ആണ് അവർക്കുള്ളത്. ഇനി ഇന്ററപ്റ്റഡ് അല്ല. ആദ്യം നമ്മൾ പറഞ്ഞില്ലേ, ഏറ്റവും ആദ്യം ഉണ്ടായിരുന്ന ഒരു അവസ്ഥ ഒറിജിനൽ ഗ്രേസ്. ആ ഒറിജിനൽ ഗ്രേസിലേക്ക് അവരെ ട്രാൻസ്ഫോം ചെയ്തിട്ട് അവര് വർഷിപ്പ് ചെയ്യാണ് ഗോഡിന്റെ. സിംഹാസനസ്ഥൻ തന്റെ സാന്നിധ്യത്തിന്റെ കൂടാരത്തിൽ അവർക്ക് അഭയം നൽകും. ഇനി ഒരിക്കലും അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല, വെയിലോ ചൂടോ. അതായത് കംഫർട്ട് ചെയ്യാണ്. അതായത് അവര് ഒത്തിരിയേറെ സഫർ ചെയ്തു. ഏശയ്യാ 49:10. അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല, ചൂടുകാറ്റോ വെയിലോ അവരെ തളർത്തുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവരുടെ മേൽ ദയയുള്ളവൻ അവരെ നയിക്കും, നീർച്ചാലുകൾക്കരികിലൂടെ അവരെ കൊണ്ടുപോകും. ലൂക്ക 6:21. ഇപ്പോൾ വിശപ്പ് സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ തൃപ്തരാക്കപ്പെടും. ഇതൊക്കെ പൂർത്തീകരിക്കുകയാണ്. 1 കൊരിന്ത്യർ 4:11. ഈ നിമിഷം വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും നഗ്നരായും പ്രഹരങ്ങളേറ്റും പാർപ്പിടമില്ലാതെയും കഴിയുന്നു. 2 കൊരിന്ത്യർ 11:27. കഠിനാധ്വാനത്തിലും വിഷമസന്ധികളിലും നിരവധി രാത്രികളിലെ ജാഗരണത്തിലും വിശപ്പിലും ദാഹത്തിലും പലപ്പോഴും ഉപവാസത്തിലും തണുപ്പിലും നഗ്നതയിലും ഞാൻ ജീവിച്ചു. എന്നിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് അവിടെ വരുന്നത്. ഇനി ഇവിടെ ദൈവത്തിന്റെ പ്രത്യേകമായ ടെൻഡർ കെയർ ഉണ്ട്. അതാണ് ഏശയ്യാ 26:8. കർത്താവേ, അങ്ങയുടെ നിയമത്തിന്റെ പാതയിൽ ഞങ്ങൾ അങ്ങയെ കാത്തിരിക്കുന്നു. അങ്ങയുടെ നാമവും അങ്ങയുടെ ഓർമ്മയുമാണ് ഞങ്ങളുടെ ഹൃദയാഭിലാഷം. വെളിപാട് 21:4. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണിനെ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല, ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല, പഴയതെല്ലാം കടന്നുപോയി. അത് കഴിഞ്ഞ് പിന്നെ നമ്മളൊരു പറയും നോ ടെമ്പിൾ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തില്ലേ? അതായത് വെളിപാട് 21:22. അതായത് കുഞ്ഞാട് തന്നെ ദേവാലയമായിട്ട് മാറി. ഇനി നമ്മളൊരു കമ്പാരിസണും കൂടി നോക്കിയിട്ട് ഇത് വൈൻഡപ്പ് ചെയ്യാണ്. ഏശയ്യാ 49 റെവലേഷൻ 7 തമ്മിലുള്ളൊരു കമ്പാരിസണാണ്. അതിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും പൂർത്തീകരിക്കുന്നതാണ്. ഏശയ്യാ 49:6. അവിടുന്ന് അരുളി ചെയ്യുന്നു, യാക്കോബിന്റെ ഗോത്രങ്ങളെ ഉയർത്താനും ഇസ്രായേലിൽ അവശേഷിച്ചിരിക്കുന്നവരെ ഉദ്ധരിക്കാനും നീ എന്റെ ദാസനായിരിക്കുക. അതായത് 12 ട്രൈബ്സ് വിൽ ബി റിസ്റ്റോർഡ്. അതിന് റെവലേഷൻ 7:4-8. നേഷൻസ് വിൽ ബി സേവ്ഡ്. ഏശയ്യാ 49:6 നമ്മൾ വായിച്ചു തന്നെയാണ്. ഇതിനകത്ത് വെളിപാടിലെ 7:9-12 വരെ. ദേ ഷാൽ നോട്ട് ഹങ്കർ ഓർ തേഴ്സ്റ്റ്. ഏശയ്യാ 49:10. അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയില്ല, ചൂടുകാറ്റോ വെയിലോ അവരെ തളർത്തുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവരുടെ മേൽ ദയുള്ളവൻ അവരെ നയിക്കും, നീർച്ചാലുകൾക്കരികിലൂടെ അവരെ കൊണ്ടുവരും. വെളിപാട് 7:16. ഇനി ഒരിക്കലും അവർക്ക് വിശക്കുകയോ ചൂട് അവരുടെ മേൽ വരും. ഏശയ്യാ 49:10 ഇവിടെ വേറെ വചനത്തിലാണ് പറയാൻ പോകുന്നത്.
സൺ വിൽ നോട്ട് സ്ട്രൈക്ക് ദം നോർ എനി സ്ക്രോച്ചിങ് ഹീറ്റ്. പിന്നെ ബൈ സ്പ്രിങ്സ് ഓഫ് വാട്ടർ ലോർഡ് വിൽ ഗൈഡ് ദം. ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും വെളിപാട് 7:17 ഹീ ഷാൽ ഗൈഡ് ദം ടു സ്പ്രിങ്സ് ഓഫ് ലിവിങ് വാട്ടർ. ഏഷ്യ 49:13 ആകാശമേ ആനന്ദഗാനം ആരംഭിക്കുക, ഭൂമിയെ ആർത്ത് വിളിക്കുക, മലകളെ ആർത്ത് പാടുക, കർത്താവ് തന്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു. വെളിപാട് 7:17. അവരെ നയിക്കുകയും തന്റെ ഉറവുകളിലേക്ക് നയിക്കുകയും ചെയ്യും. ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുകൾ കുടിച്ചിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വെളിപാടിൻ്റെ പുസ്തകം 7-ാം അധ്യായം കൺക്ലൂഡ് ചെയ്യുന്നത്.